ഫ്രണ്ട്സ്, നിങ്ങൾ എയർപോർട്ടിലേക്ക് ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അത് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിലൊക്കെ വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് +2 വെച്ചിട്ട് കയറാവുന്ന ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി വന്നിട്ടുണ്ട്. 2 കാറ്റഗറി നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാലിക്കറ്റിലും വേക്കൻസി ഉണ്ട്, പിന്നെ പാൻ ഇന്ത്യ അടിസ്ഥാനത്തിൽ വിവിധ എയർപോർട്ടുകളിലായിട്ട് വേക്കൻസികളുണ്ട്, അത്യാവശ്യം വേക്കൻസികളുണ്ട്. ഇതിലേക്ക് യാതൊരു എക്സ്പീരിയൻസോ മറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഡിഗ്രി ഉണ്ട്, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് +2 മാത്രമാണെങ്കിൽ +2 മാത്രമായിട്ടും വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. 2 കാറ്റഗറി നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആരുടേതാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് വെച്ചാൽ AI ക്ലാസ് നമുക്ക് റീഡ് ചെയ്യാം. അതായത് ഇപ്പോൾ AI കാർഗോ ലോജിസ്റ്റിക് ആൻഡ് അലേർട്ട് സർവീസസ് കമ്പനി ലിമിറ്റഡ് ആണ് കമ്പനിയുടെ പേര്. അപ്പോൾ ഇത് ആരുടെയാണ് നമുക്ക് ഇങ്ങനെ റീഡ് ചെയ്യാം, AI ക്ലാസ് എന്ന് റീഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ആരുടേതാണെന്ന് വെച്ചാൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള 100% സബ്സിഡറി ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ പറയുന്ന AI ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, എങ്ങനെയാണ് സെലക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്, നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്. ഇതിൽ സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷറാണ്. അപ്പോൾ ഈ സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷറിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ് അപേക്ഷ നൽകാൻ വേണ്ട യോഗ്യത. അതായത് രണ്ടാമത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് സെക്യൂരിറ്റി. ഇതിൽ നമുക്ക് ജസ്റ്റ് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിന് മുകളിൽ ക്വാളിഫിക്കേഷനിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് +2 ആണ് ഇതിലേക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 നോട്ടിഫിക്കേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് വെച്ചാൽ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. GDSൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, സെക്കൻഡ് ലിസ്റ്റ്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പോസ്റ്റിൽ ചില കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഇങ്ങനെ കാണാം. അപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റിൻ്റെ അതിൻ്റെ ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇലക്ഷൻ കാരണം അത് പിടിച്ചു വെച്ചായിരുന്നു, ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ലിസ്റ്റിലുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ലഭിക്കണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത്തരം പ്രീമിയം ആയിട്ടുള്ള രീതിയിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിരിക്കും രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ എടുക്കുക കേട്ടോ. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ വീഡിയോ കാണണം. 13/5/2026 നോട്ടിഫിക്കേഷൻ വന്നത്. അഡ്വർടൈസ്മെന്റ് നമ്പർ കൊടുക്കണം 1/2026. സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷറാണ്. ഇത് ഫിക്സഡ് ടേം, അതായത് ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല, ടെമ്പററി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ കുറച്ച് നമുക്ക് ഇതിൽ ടെമ്പററി ആയിട്ട് ചെയ്താൽ കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. ആ ബെനിഫിറ്റ് അല്ല ഞാൻ പറയാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി സ്ക്രീനർ എവിടേക്കാണ് വേക്കൻസി വെച്ചാൽ നമുക്ക് കാലിക്കറ്റ് എയർപോർട്ടിൽ മാത്രമായിട്ട് 17 വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊരു എയർപോർട്ട് ജോലി നോക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എയർപോർട്ടിലേക്ക് കയറാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു രീതിയാണ് ഇതെന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേറെ മറ്റു ഈ പറയുന്ന ഏവിയേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു ബേസിക് സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് കോഴ്സുകളോ അങ്ങനെ നമ്മൾ പുറത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടാകും, ഏതെങ്കിലും വിഷയത്തിലോ ഡിഗ്രി ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി സ്ക്രീനർ എന്ന് പറയുന്ന ഈ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാം ഫ്രഷറിലേക്ക്. പിന്നെ നിങ്ങൾക്ക് ഡെറാഡൂൺ, കൊൽക്കത്ത, ട്രിച്ചിയുടെയൊക്കെ വേക്കൻസികൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ജൂൺ 8 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപേക്ഷയിൽ തെറ്റുകൾ വരാൻ പാടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണും കേട്ടോ. 8/6/2026 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. BA, BCom, BScയോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള BBA തുടങ്ങിയിട്ട് ഏതെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലോ ഡിഗ്രി, ഇനി എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. ജസ്റ്റ് ഒരു ഡിഗ്രിയാണ് ഇതിലേക്ക് അപേക്ഷ നൽകാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത്. മിനിമം ജനറൽ OBC EWS ആണെങ്കിൽ അവർക്ക് 60% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം. അതൊരു കണ്ടീഷനാണ്. ഓക്കെ, ലെസ് ദാൻ 60% ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ SC STക്ക് ആണെങ്കിൽ ഒരു 5% റിലാക്സേഷൻ ഉണ്ട്, അവർക്ക് 55% വെച്ചിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ടത്. ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പെർസെൻറ്റേജ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ ന്യൂമറിക് ആയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം. അതല്ലാതെ നിങ്ങൾ ഗ്രേഡ് പോയിൻ്റ് അല്ലെങ്കിൽ ഗ്രേഡ് ഒന്നായിട്ടും ഫില്ല് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് പെർസെൻറ്റേജ് 60 ആണ് 60, 70 ആണ് 70, 80 ആണ് 80 എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫില്ല് ചെയ്യണം. അതല്ലാതെ ഒരിക്കലും ഗ്രേഡ് പോയിൻ്റോ CGPA ഒന്നായിട്ട് ഫില്ല് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ CGPA ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും താഴെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ റീഡ് ചെയ്യാനോ സ്പീക്ക് ചെയ്യാനോ അറിഞ്ഞിരിക്കണം, അതിനുള്ളൊരു ശേഷി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ലോക്കൽ ലാംഗ്വേജ്, നമ്മൾ ഏത് എയർപോർട്ടിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അവിടെയുള്ള ലോക്കൽ ലാംഗ്വേജിൽ നമുക്ക് അത്യാവശ്യം പരിചയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കാലിക്കറ്റ് ആണ്, മലയാളം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഇനി മറ്റേതെങ്കിലും ആണെങ്കിൽ ഹിന്ദി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ട്രിച്ചി ആണെങ്കിൽ തമിഴ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അതൊക്കെ ബേസിക്കായിട്ട് നമുക്ക് സംസാരിക്കാനും കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ മതി എന്നുള്ളതാണ്. ഇനി അതോടൊപ്പം തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 1/5/2026 കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. പിന്നെ റിസൾട്ട് ഇപ്പം നിലവിൽ നിങ്ങൾ എന്താ പറയുക, ഡിഗ്രി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരോ അങ്ങനെയുള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, 1/5/2026 ഇതിൻ്റെ കട്ട് ഓഫ്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഡിഗ്രിയൊക്കെ നേടിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 27 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, 27 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ്. എന്നാൽ OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ അവർക്ക് 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. എക്സ് സർവീസ്മാനും നിശ്ചയമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ഡ്യൂട്ടി എന്തായിരിക്കും എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം മേ ബി. അപ്പോൾ ഇതിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിങ് ഓഫ് കാർഗോ, അതുപോലെ ഇൻലൈൻ ഹോൾഡ് ബാഗേജ്, നമ്മൾ കാർഗോയിൽ എന്താണ് നമ്മൾ കൊണ്ടുപോകാൻ പറ്റുന്ന പ്രോഡക്ട്സുകൾ, അങ്ങനെയുള്ള കുറേ കൊണ്ടുപോകാൻ പറ്റാത്ത അങ്ങനെ കുറേ കാറ്റഗറി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അതിലുണ്ടോ അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുക. അതുപോലെ അതൊക്കെ വിവിധ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ബാഗേജിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അത് വിവിധ എന്താണ് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ ആ ഒരു പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് നടക്കണമെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി വിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മുടെ ജോലി ഉണ്ടാകുക. ഇനി ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അപേക്ഷ ഫീസ് വരുന്നുണ്ട്. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 750 രൂപ വരും. SC/ST അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 100 രൂപ. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ അവർക്ക് 100 രൂപ അടിച്ചാൽ മതി. SC/ST EWS കാൻഡിഡേറ്റ്സിനും 100 രൂപ അടിച്ചാൽ മതി കേട്ടോ. ഓൺലൈൻ ആയിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് നമുക്ക് മെയ് 13 ആയിട്ടുള്ളൂ ഞാൻ വീഡിയോ ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 18 ആണ്. അപ്പോൾ ഏത് വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ലിങ്ക് ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വീഡിയോ അവസാനം പറയാം. ഓക്കെ, 18/5 മുതൽ നിങ്ങൾക്ക് ജൂൺ 8 വരെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ, അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മളതിൽ ഉൾപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വേറെ ആരോടും ചോദിക്കേണ്ട ഡൗട്ട് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ഓരോ എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വീഡിയോ കാണുക. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതിലേക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് രജിസ്റ്റേർഡ് മെയിൽ ID അറിയിക്കും. നിങ്ങൾ ഇതിൽ ഓൺലൈൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് മെയിൽ ID, ആക്റ്റീവ് മെയിൽ ID കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മെയിൽ ചെക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ. ഓക്കെ, ഓരോ വീക്കിലി ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഇൻറ്റിമേഷൻ വന്നിട്ടുണ്ടോ നോക്കുക. പിന്നെ അവരുടെ വെബ്സൈറ്റിലും വരും. വെബ്സൈറ്റിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടെലഗ്രാം, വാട്സപ്പ് ചാനൽ, ഇൻസ്റ്റഗ്രാം ഇതിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അവർ തീരുമാനിക്കും. അതിൽ മേ ബി ഇൻ്റർവ്യൂ ആയിരിക്കാം, മേ ബി എന്തെങ്കിലും ഇനി സ്ക്രീൻ ടെസ്റ്റ് നടത്തുമെന്ന് അറിയില്ല. ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ആപ്ലിക്കേഷനൊക്കെ അനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അതിൽ അറ്റാച്ച് ചെയ്യണം എന്നുള്ളതാണ്, അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ്. അതിൽ നമുക്ക് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, ഓക്കെ, അതുപോലെ തന്നെ +2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒറിജിനൽ തന്നെ കാത്ത് നിൽക്കേണ്ട, പ്രൊവിഷണൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഒറിജിനൽ അപ്ലോഡ് ചെയ്യാം. ഇനി പിന്നെ ഗ്രാജുവേഷൻ്റെ മാർക്ക് ഷീറ്റ് കംപ്ലീറ്റ് നിങ്ങൾ മാർക്ക് ഷീറ്റ് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ SC/ST OBC അങ്ങനെ റിസർവേഷൻ കിട്ടണമെങ്കിലും ഏജ് റിലാക്സേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അത് റീസെൻ്റ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ആധാർ കാർഡ് കോപ്പി നമ്മൾ അറ്റാച്ച് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് മാക്സിമം 20 KB വരെ ഫയൽ സൈസ് പറ്റുള്ളൂ. അത് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ അപേക്ഷാ ഫീസ് പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അടയ്ക്കണം, അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ വരുന്നത് സ്കാൻഡ് സിഗ്നേച്ചർ 20 KB വരെ പറ്റുള്ളൂ. ഓക്കെ, വൈറ്റ് പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്തിട്ട് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ തയ്യാറാക്കണം. അതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരും. അത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പം ചെയ്യേണ്ട അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ല. ഇനി പേയ്മെൻറ്റ് അലവൻസിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷറായിട്ടാണ് ഇനിഷ്യലി എടുക്കുക. അതിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റ് ആണ് ലഭിക്കുക. അപ്പോൾ അത് എത്ര എമൗണ്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സക്സസ്ഫുള്ളി ആ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുകയാണ്. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കും. അത് വെച്ച് നമുക്ക് പിന്നീട് എന്താണ് ഇത്തരം വേക്കൻസികളൊക്കെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിൻ്റെ ഒക്കെ വിളിക്കുന്ന സമയത്ത് അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് പറയേണ്ടത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന
ഫ്രഷർ, അതായത് സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷറിൽ നിന്നും സെക്യൂരിറ്റി സ്ക്രീനർ സർട്ടിഫൈഡ് എന്നുള്ള ലെവലിലേക്കാണ് നിങ്ങൾ മാറുക. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമ്മൾ സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷറായിട്ടാണ് കയറുന്നത്. അത് നിങ്ങൾക്ക് സക്സസ്ഫുള്ളി നിങ്ങൾ ആ ഒരു ട്രെയിനിങ് ആണ് ഉണ്ടായിരിക്കുക. പ്രോപ്പർ ആ ട്രെയിനിങ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ എന്താക്കി മാറ്റും, സെക്യൂരിറ്റി സ്ക്രീനർ സർട്ടിഫൈഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറ്റും. അങ്ങനെ സെക്യൂരിറ്റി സ്ക്രീനർ സർട്ടിഫൈഡിലേക്ക് മാറുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ പൊസിഷനിൽ വരുന്ന സമയത്ത് ആദ്യത്തെ വർഷം 30,000 പെർ മന്ത്ലി നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് ലഭിക്കും. രണ്ടാമത്തെ വർഷം മന്ത്ലി 32,000, മൂന്നാമത്തെ വർഷം 34,000 റെമ്യൂണറേഷൻ ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് അഡീഷണലി നിങ്ങൾക്ക് DA അതുപോലെ നിങ്ങൾക്ക് താമസിക്കാനും ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടി ചെയ്യുന്ന സമയങ്ങളിലൊക്കെ കേട്ടോ, യാത്രയ്ക്ക് ആവശ്യം വരുന്ന സമയങ്ങളിൽ. പിന്നെ ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇവിടെയാണ് നിങ്ങൾ ഫ്രഷറായിട്ട് കയറുന്ന സമയത്ത് കിട്ടുന്ന ബെനിഫിറ്റ്. നിങ്ങൾ ഫ്രഷറായിട്ട് കയറുന്ന സമയത്ത് ഒരു 5 to 6 മാസം വരെ നമുക്ക് എന്താണ് ട്രെയിനിങ് ആണ് ലഭിക്കുക. അപ്പോൾ ആ ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് 15,000 പെർ മന്ത് സ്റ്റൈപ്പൻഡ് എമൗണ്ട് ആയിട്ട് തന്നെ ലഭിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഫ്രീ ആയിട്ട് നമുക്ക് ട്രെയിനിങ് അവർ തരുന്നുണ്ട്. അത് മാത്രമല്ല, അത് കൂടാതെ നമുക്ക് എന്താണ് 15,000 പെർ മന്ത് നമുക്ക് സ്റ്റൈപ്പൻഡ് എമൗണ്ട് ആയിട്ടും ലഭിക്കും. അപ്പോൾ നമ്മളത് സക്സസ്ഫുള്ളി ആ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, നമുക്ക് ഈ പറയുന്ന സാലറി അല്ലെങ്കിൽ റെമ്യൂണറേഷനിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ നിങ്ങൾക്ക് 2 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ഈ പറയുന്ന സ്ക്രീനിങ് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഫണ്ടും കാര്യങ്ങളും നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എടുക്കുന്നത് A ക്ലാസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഈ പറയുന്ന കമ്പനി തന്നെയാണ് അതിൻ്റെ എല്ലാ കോസ്റ്റും വഹിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഫീയും മറ്റു കാര്യങ്ങളൊക്കെ വഹിക്കുന്നവരാണ്. ഓക്കെ, ഇനി ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, ഇതിൻ്റെ 3 year ഡ്യൂറേഷൻ കോൺട്രാക്ട് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് നമ്മൾ ഇനീഷ്യലി ഫ്രഷറായിട്ട് കയറുന്നത് അതിൽ കണക്കാക്കില്ല. ഓക്കെ, നമ്മൾ ആ സക്സസ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി നമ്മൾ ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ഈ പറയുന്ന സർട്ടിഫൈഡ് എന്നുള്ള ലെവലിലേക്ക് മാറ്റുമല്ലോ. അപ്പോൾ ആ സർട്ടിഫൈഡ് എന്നുള്ള ആ ഒരു, അതായത് സെക്യൂരിറ്റി സ്ക്രീനർ സർട്ടിഫൈഡ് എന്നുള്ള പൊസിഷനിലേക്ക് നമ്മൾ മാറ്റും. ആ സെക്യൂരിറ്റി സ്ക്രീനർ സർട്ടിഫൈഡ് എന്നുള്ള പൊസിഷനിലേക്ക് മാറ്റുന്ന ഡേറ്റ് ഉണ്ടാവല്ലോ, ആ ഡേറ്റ് മുതൽ 3 വർഷമാണ് കണക്കാക്കുക. അതല്ലാതെ നമ്മൾ ഇനീഷ്യലി കയറുന്ന ഡേറ്റ് കണക്കാക്കൂല കേട്ടോ. കയറുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ട്രെയിനിങ് ആണ്. അപ്പോൾ അത് 3 വർഷമായിട്ട് കണക്കാക്കൂല. എപ്പോഴാണോ നമ്മൾ ഈ പറയുന്ന സർട്ടിഫൈഡ് ആയിട്ട് കയറുന്നത് ആ സമയം മുതലാണ് നിങ്ങൾ 3 year ഡ്യൂറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ 3 year ഡ്യൂറേഷനാണ് നമ്മൾ എന്താ പറയുക ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷർ ആകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങും അതിൻ്റെ സ്കീമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് അറ്റംപ്റ്റ് നമുക്ക് 2 അറ്റംപ്റ്റ് ഒരു ഉദ്യോഗാർത്ഥിക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ എല്ലാ ചെലവുകളും A ക്ലാസ് തന്നെയാണ് അതിൻ്റെ എക്സ്പെൻസ് കംപ്ലീറ്റ് വഹിക്കുന്നത്. നമ്മൾ യാതൊരുവിധ ക്യാഷ് അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് എക്സ്ട്രാ എന്താണ്, ഈ ട്രെയിനിങ് സമയത്ത് 15,000 രൂപ എന്താണ് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് എമൗണ്ട് ഇങ്ങോട്ട് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ബേസിക് ഏവിയേഷൻ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് ട്രെയിനിങ് ലഭിക്കുകയും പ്ലസ് എന്താണ്, ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കണം. ഓക്കെ, നമുക്ക് മറ്റേ എമൗണ്ട് ഇങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ ഇതൊന്നുമല്ല, ഇത് നല്ലൊരു സ്കീമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് കിട്ടിയാൽ നല്ലൊരു കാര്യമാണ്, നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ട്രെയിനിങ് തരികയാണ്. ആ ഫ്രീ ആയിട്ട് ട്രെയിനിങ് തരുന്നതോടൊപ്പം തന്നെ നമുക്ക് വിത്ത് എന്താണ് 15,000 മന്ത്ലി സ്റ്റൈപ്പൻഡ് എമൗണ്ട് നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു ഡ്യൂറേഷനാണ്. ഇത് നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. 3 months 1 month ഏകദേശം ഒരു 4 to 5 to 6 മാസം വരെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ വരിക. ഓക്കെ, ട്രെയിനിങ്ങിൻ്റെ ഡ്യൂറേഷൻ വരിക. ആ സമയത്ത് കംപ്ലീറ്റ് ഈ പറയുന്ന എല്ലാ കോഴ്സിൻ്റെയും എല്ലാ സമ്പത്തിൻ്റെയും കോസ്റ്റ് വഹിക്കുന്നത് നമ്മുടെ A ക്ലാസ് ആയിരിക്കും. ഫസ്റ്റ് അറ്റംപ്റ്റിന് മാത്രം കേട്ടോ. സെക്കൻഡ് അറ്റംപ്റ്റ് ആണെങ്കിൽ ഞാൻ പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് ഇവിടെ നോക്കാം. ഇപ്പോൾ ഏവിയേഷൻ സെക്യൂരിറ്റി ഇൻഡക്ഷൻ കോഴ്സ്, ഇതൊരു ഇൻട്രൊഡക്ഷൻ കോഴ്സാണ്. നിങ്ങൾക്ക് ഇതിൽ 5 ദിവസം അത് ഈ പറയുന്ന ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള എയർപോർട്ട് ഓപ്പറേഷൻ എയർലൈനുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഏവിയേഷൻ സെക്യൂരിറ്റി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടായിരിക്കും അത് കണ്ടക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അത് എയർപോർട്ടിൽ വെച്ചിട്ട് 3 month നിങ്ങൾക്ക് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഓപ്പറേഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ഈ പറയുന്ന ബേസിക് ഏവിയേഷൻ സെക്യൂരിറ്റി നിങ്ങൾ അപ്പിയർ ചെയ്യുന്നതിൻ്റെ മുൻപാണ് നിങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ 3rd വരുന്നത് ബേസിക് ഏവിയേഷൻ സെക്യൂരിറ്റി കോഴ്സാണ്. അപ്പോൾ ഇതിൽ 14 ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് ഈ പറയുന്ന ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള ഏവിയേഷൻ സെക്യൂരിറ്റി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ എയർപോർട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് 1 month നിങ്ങൾക്ക് 40 hours എന്ത് ചെയ്യണം, നിങ്ങൾ OJT എന്ന് പറയുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. സെക്യൂരിറ്റി എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് കറക്റ്റായിട്ട് അവർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് നമ്മളത് ചെയ്ത് കാണിക്കുക, നമ്മൾ പരിചയപ്പെടുക എന്നുള്ളതാണ് അതിൽ വരിക. പിന്നെ സ്ക്രീനേഴ്സ് പ്രീ സർട്ടിഫിക്കേഷൻ കോഴ്സാണ് ഇതിൽ 3 ദിവസം. അതും ഈ പറയുന്ന ഏവിയേഷൻ സെക്യൂരിറ്റി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
പിന്നെ വരുന്നത് ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ആണ്. ഫൈനലി നിങ്ങൾ 2 days ആണ് അത് വരിക. ഇതും നമ്മളെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഫൈനലി നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് ലഭിക്കുന്ന ഒരു സംഭവമാണ് ഈ 6ാമത് വരുന്നത്. ഓക്കെ, അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് എന്താണ് നമ്മുടെ സക്സസ്ഫുള്ളി നിങ്ങൾ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇതിന് വരുന്ന എല്ലാ കോസ്റ്റും നമ്മുടെ A ക്ലാസ് ആണ്. പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ സമയങ്ങളിലൊക്കെ മന്ത്ലി 15,000 രൂപ സ്റ്റൈപ്പൻഡ് എമൗണ്ട് ലഭിക്കും. ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് 15,000 രൂപ സ്റ്റൈപ്പൻഡ് എമൗണ്ട് ലഭിക്കും. അതിൻ്റെ കോസ്റ്റ് കമ്പനി എടുക്കും. എന്നാൽ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തില്ല, നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്വാളിഫൈ ചെയ്തില്ല, നിങ്ങൾ എന്താണ് സെക്കൻഡ് അറ്റംപ്റ്റിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, അപ്പോൾ ഇവിടെ കാണാം ഇൻ കേസ് ഡ്യൂറിങ് ഫസ്റ്റ് അറ്റംപ്റ്റ് ദ കാൻഡിഡേറ്റ് ഡസൻ ക്വാളിഫൈ ദ എബോവ് എക്സാമിനേഷൻ. അപ്പോൾ മുകളിൽ പറഞ്ഞ എക്സാമിനേഷൻ നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മന്ത്ലി സ്റ്റൈപ്പൻഡ് എമൗണ്ട് എന്ത് ചെയ്യും, 15,000 രൂപയിലേക്ക് വെട്ടിക്കുറയ്ക്കും. ഓക്കെ, അത് മാത്രമല്ല ഈ സെക്കൻഡ് അറ്റംപ്റ്റിൽ നമുക്ക് ഇതിന് എന്തൊക്കെയാണോ ചിലവുകൾ വരുന്നത്, പിന്നെ TA DA അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ട ഫീസും ഇതിൻ്റെ ഫീയും അതുപോലെ എല്ലാ കാര്യങ്ങളും ഉദ്യോഗാർത്ഥികൾ തന്നെ എന്ത് ചെയ്യണം, വഹിക്കണം കേട്ടോ. ഓക്കെ, ആരാണോ അത് ചെയ്യുന്നത് വെച്ചാൽ അവരെന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങൾ നമ്മൾ തന്നെ എടുക്കേണ്ടി വരും സെക്കൻഡ് അറ്റംപ്റ്റ് ആണെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ ജോയിൻ ആകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി സെക്കൻഡ് അറ്റംപ്റ്റിൽ നിങ്ങൾ ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അത് ടെർമിനേറ്റഡ് ആവും കേട്ടോ. ഓക്കെ, ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അപ്പർ ഏജ് ലിമിറ്റിൽ നമ്മൾ ഏജ് റിലാക്സേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, എക്സ് സർവീസ്മാനും 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ എല്ലാ ഇൻറ്റിമേഷൻ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ ID വരിക. മെയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ടൊന്ന് നോക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, നമ്മുടെ സെക്യൂരിറ്റി സ്ക്രീനർ എന്ന് പറയുന്ന ഇതിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ സെക്യൂരിറ്റി സ്ക്രീനർ എന്ന് പറഞ്ഞിട്ട് ഞാനത് അപ്ലൈ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്നുള്ളത് അപ്ലൈ നൗ എന്നുള്ളത് സെക്യൂരിറ്റി സ്ക്രീനർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജിലേക്കാണ് വരിക. 188 വേക്കൻസിയാണ് ടോട്ടൽ. ഇപ്പോൾ ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ അയക്കേണ്ടതിലൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. June 8 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ എൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൽ തന്നെ ഇവിടെ ജസ്റ്റ് ഇവിടെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നോട്ടിഫിക്കേഷൻ മാറി നിങ്ങൾക്ക് റീഡ് ചെയ്യാം. പിന്നെ ഇവിടെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നിങ്ങൾക്കിവിടെ കാണാം. 18 മെയ് 18 ഇത് ഓപ്പൺ ആകുക. ലിങ്ക് ഓപ്പൺ ആകുന്ന സമയത്ത് ഞാൻ എന്ത് ഇവിടെ കൊണ്ടിട്ട് അത് ആഡ് ചെയ്യും. ആ സമയത്ത് വന്നിട്ട് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ആ സമയത്ത് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ്റെ. ഇനി അടുത്ത രണ്ടാമത്തെ നോട്ടിഫിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ സെയിം ഡേ ആണ് വന്നിരിക്കുന്നത്. 13/5/2026. നിങ്ങളുടെ കാണാം അഡ്വർടൈസ്മെന്റ് നമ്പർ 2/2006 2026 രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഒന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിൽ അസിസ്റ്റന്റ് സെക്യൂരിറ്റി എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇത് 3 വർഷത്തേക്കാണ് നിയമനം. പാൻ ഇന്ത്യ ബേസിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാണാം തിരുപ്പതി അതുപോലെ ട്രിച്ചി ഇതൊക്കെ വേക്കൻസി ഉണ്ട്. 2/7/2026 അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റ് 2/7 ജൂലൈയിലാണ്. ജൂലൈ 2 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലേക്ക് അപേക്ഷ നൽകാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ജസ്റ്റ് +2 പാസ്സായിരിക്കുക. +2 നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ഓർ സയൻസ് ഓർ കോമേഴ്സ് ഏത് സ്ട്രീം പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെ കൂട്ടുകാരുടെ മാക്സിമം നിങ്ങൾ അയച്ചു കൊടുക്കുക. നല്ലൊരു സ്കീമാണ്. കാരണം നിങ്ങൾക്ക് +2 ഒക്കെ വെച്ചിട്ട് ഇതിൽ കയറാൻ പറ്റുന്ന നല്ലൊരു സ്കീം തന്നെയാണ്. 60% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 55% മതി കേട്ടോ. ഓക്കെ, ജനറൽ OBC AWS ഒക്കെ ആണെങ്കിൽ 60% വേണം. SC/ST ആണെങ്കിൽ അവർക്ക് 55% മാർക്ക് മതി. പിന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പെർസെൻറ്റേജ് കറക്റ്റായിട്ട് കൊടുക്കണം. CGPA മറ്റ് ഗ്രേഡോ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ ഹിന്ദി ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് റീഡും സ്പീക്ക് ചെയ്യാനും അറിഞ്ഞിരിക്കണം. പിന്നെ ഏത് എയർപോർട്ടിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നല്ല പരിചയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് 1/6/2026 കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് 27 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ SC/ST ആണെങ്കിൽ 32 വയസ്സ് വരെയും OBC ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ജോബ് പ്രൊഫൈൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് വെച്ചാൽ അസിസ്റ്റൻസ് ഓഫ് ഓപ്പറേഷണൽ വർക്ക്സ് അറ്റ് എയർപോർട്ട്സ്, അതായത് എയർപോർട്ട്സിലുള്ള കുറേ വർക്കുകളുണ്ട്. അതായത് പാസഞ്ചേഴ്സിന് അതുപോലെ ബാഗേജ് ഹാൻഡ്ലിംഗ്, ലോഡിങ് അൺലോഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മൾട്ടി ടാസ്കിങ് ഓപ്പറേഷണൽ വർക്ക്സും ആക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു കായികക്ഷമതൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ജനറൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 500 രൂപ അപേക്ഷ ഫീസ് വരും. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 100 രൂപ. SC/ST AWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 100 രൂപ അടച്ചാൽ മതി.
ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജൂൺ 11 വരുന്നത്. പക്ഷേങ്കിൽ ഞാൻ എന്തിനാണ് ഇപ്പോഴേ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, വേറെ പല എന്താ പറയുക പ്ലാറ്റ്ഫോമിൽ നിങ്ങളിത് കാണുമ്പോൾ ഇത് ആയിട്ടുണ്ടോ ആയിട്ടില്ല എന്നുള്ള ഡൗട്ട് ഉണ്ടാകാം. അപ്പോൾ 11/6/2026 ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് 13/5/2026 ആയിട്ടുള്ളൂ. ഓക്കെ, ഏകദേശം ഒരു എന്താ പറയുക 3 ആഴ്ചയോളം ഇനിയും നമുക്ക് 3 ആഴ്ചയല്ല, നമുക്കൊരു 1 മന്ത് ഏകദേശമൊക്കെ നമുക്ക് 13 ഒരു 1 മന്ത് ആ ഒരു ഗ്യാപ്പ് ഇനി ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ. ഇനി ഇവിടെ നമുക്ക് ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് 2/7/2026. അപ്പോൾ ഞാൻ ഇത് വരുന്ന ഡേറ്റിൽ നിങ്ങളെ അറിയിക്കും, നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ സെലക്ഷൻ പ്രൊസീജിയർ അതിലേക്കും ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും. രജിസ്റ്റേഡ് മെയിലിലേക്ക് അതിൻ്റെ ഇൻറ്റിമേഷൻ കാര്യങ്ങൾ വരും. ഇത് നമുക്ക് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ രേഖകൾ വേണമെന്ന് വെച്ചാൽ +2 സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റൊക്കെ വേണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ SC/ST OBC ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ്, പിന്നെ ആധാറിൻ്റെ കോപ്പി, പിന്നെ റീസെൻറ്റ് പാസ്വേർഡ്സ്, കളർ ഫോട്ടോഗ്രാഫ്, പിന്നെ ആപ്ലിക്കേഷൻ ഫീ ഓൺലൈനിൽ നമ്മൾ പേ ചെയ്യണം. സ്കാൻഡ് സിഗ്നേച്ചർ ഇതൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. പിന്നെ അതിൻ്റെ അലവൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ മന്ത്ലി 21,500, സെക്കൻഡ് ഇയറിൽ 22 പെർ മന്താണ് കേട്ടോ ലഭിക്കുക. 22,500 തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ കേട്ടോ. ഓക്കെ, പെർ മന്ത് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് TA DA മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ലീവും കാര്യങ്ങളും മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലേക്ക് ഏജ് റിലാക്സേഷൻ പറഞ്ഞു. SC/ST ആണെങ്കിൽ 5 വർഷം, OBCക്ക് 3 വർഷമൊക്കെ ഏജ് റിലാക്സേഷൻ്റെ എക്സ് സർവീസ്മാൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇതിൽ നമുക്ക് മറ്റു ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതിൽ ഡയറക്റ്റ് പോസ്റ്റിംഗ് തന്നെയാണ് ഉണ്ടായിരിക്കുക 3 വർഷം. മറ്റേത് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നല്ല സ്കീമാണ്. 2 സ്കീം ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് എയർപോർട്ട് ജോലി പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 നോട്ടിഫിക്കേഷനാണ്. നല്ല നോട്ടിഫിക്കേഷനാണ്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇതിൻ്റെ ഞാൻ വീഡിയോയുടെ അടിയിൽ A ക്ലാസ് അസിസ്റ്റൻ്റ് റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് താഴെ കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേജിലേക്ക് വരും. സോഷ്യൽ മീഡിയ ഐക്കൺ അതിൽ ഫോളോ ചെയ്യാം. ഏറ്റവും താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് റീഡ് ചെയ്യാം. ഓക്കെ, ഇതിൽ തന്നെ നമ്മുടെ പേജിൽ നിന്ന് റീഡ് ചെയ്യാം. നെക്സ്റ്റ് അടിച്ച് ഇങ്ങനെ പോയാൽ മതി. സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം അവൈലബിൾ ആവുക 11 ജൂൺ 2026 ആ സമയത്ത് നമ്മൾ എന്ത് ഇതിൽ ആഡ് ചെയ്യും. അതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചാനൽ വഴിയും നമ്മുടെ ഇൻസ്റ്റഗ്രാം വഴിയും നമ്മുടെ യൂട്യൂബ് പോസ്റ്റ് വഴിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ ഇൻഫോം ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.